140 കുടുംബങ്ങൾക്ക് അത്താണിയാകേണ്ട വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് കെട്ടിടങ്ങൾ കാടുമൂടി നശിക്കുന്നതിൽ ജനകീയ പ്രതിഷേധം ഉയരുന്നു. ഇഴജന്തുക്കൾക്കും കാട്ടുമൃഗങ്ങൾക്കും സുഖവാസ കേന്ദ്രമായ പ്രദേശത്തേക്ക് എത്തിപ്പെടാനുള്ള വഴികൾ ഉൾപ്പെടെ കാടുമൂടി. വടക്കാഞ്ചേരി നഗരസഭയെ രാജ്യം മുഴുവൻ ചർച്ചാവിധേയമാക്കിയ 8ാം ഡിവിഷനായ ചരൽപ്പറമ്പിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണത്തിന് കരാറുകാരൻ യൂണിറ്റാക് MD സന്തോഷ് ഈപ്പൻ കരാറിൽ ഒപ്പുവച്ചിട്ട് വർഷം 5. കെട്ടിടം ഇന്ന് നിർമ്മാണം സ്തംഭിച്ച് അഴിമതിയുടെ നിത്യസ്മാരകമായി കിടപ്പാണ്. കാട്ടുപൊന്തകൾ കെട്ടിടത്തേക്കാൾ ഉയരത്തിൽ വളർന്നു കഴിഞ്ഞു. കാലവർഷ രൂക്ഷതയിൽ ഫ്ളാറ്റിനുള്ളിലാകെ വെള്ളക്കെട്ടാണ്. കാട്ടുപന്നികളുടെ വാസകേന്ദ്രമാണ് കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ അകത്തളങ്ങൾ. ഒരു കാലത്ത് സംസ്ഥാന ദേശീയ നേതാക്കളുടെ നിരന്തര സന്ദർശന കേന്ദ്രമായിരുന്നു ഈ ഫ്ളാറ്റ്. ഇന്ന് ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. വഴിയിലാകെ കാട്ടുപൊന്തകൾ നിറഞ്ഞു. ഫ്ളാറ്റിന് സമീപം നിർമ്മിച്ച ആശുപത്രി കെട്ടിടം കാണാനേ ഇല്ല. അടുത്ത കാലത്തൊന്നും ഈ അവസ്ഥയ്ക്ക് മാറ്റവും ഉണ്ടാകില്ല. ഡോളർ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ ബാങ്ക് ലോക്കറിൽ നിന്ന് പിടിച്ചെടുത്ത 1 കോടി രൂപ വടക്കാഞ്ചേരി ചരൽപ്പറമ്പ് ലൈഫ് മിഷൻ ഫ്ളാറ്റ് അഴിമതി കേസിൽ M ശിവശങ്കരന് കമ്മീഷൻ ലഭിച്ചതാണെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തലും ശിവശങ്കറിന്റെ അറസ്റ്റും ലൈഫ് മിഷൻ ഫ്ളാറ്റ് കെട്ടിടത്തെ അഴിമതിയുടെ പിടിയിലാഴ്ത്തി. കെട്ടിടം ഈ അവസ്ഥയിലാവാൻ കാരണക്കാരായവരിൽ നിന്ന് തന്നെ നഷ്ടപരിഹാരം ഈടാക്കണമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ പറയുന്നു. അതിന്റെ ഉള്ളിൽ കിടന്ന ഫ്ലാറ്റിനുള്ളിൽ കിടന്ന നിർമ്മാണ വസ്തുക്കൾ നശിക്കുന്നത്, അതായത് സിമെന്റ് കട്ട പിടിച്ചു പോയി, മരക്കട്ടകളുണ്ട്, സിമെന്റ് കട്ടകളുണ്ട്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഇതൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്താ പറയാ? അത് വർഷങ്ങൾ, ഇപ്പോൾ 3 വർഷത്തിലധികമായി ഇത് അങ്ങനെ കിടക്കുന്നു. സ്വാഭാവികമായി ഇനി അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ഇനി വീണ്ടും നിർമ്മാണം ആരംഭിക്കണമെങ്കിൽ ഈ മറ്റേ മെറ്റീരിയൽസൊക്കെ വീണ്ടും കണ്ടെത്തണം. ഇത് നശിക്കാൻ കാരണക്കാരായ ആളുകളിൽ നിന്ന് അത് ഈടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് നശിപ്പിക്കാൻ കാരണമായ ആളുകൾ, ഇപ്പോൾ നഗരസഭയാണെങ്കിൽ നഗരസഭ, ലൈഫ് മിഷൻ ആണെങ്കിൽ ലൈഫ് മിഷൻ, കരാറുകാരനാണെങ്കിൽ കരാറുകാരൻ, അവരുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ നഷ്ടം ഈടാക്കി പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.